നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേച്ചി, അമ്മോ, സിദ്ധിമുത്തി എന്ത് പറഞ്ഞു? ചേച്ചി ഒന്ന് എഴുന്നേറ്റിരുന്നേ, എന്നിട്ട് ഞാൻ പറയാം. എന്റെ ചേച്ചി നടക്കുമെന്ന് സിദ്ധിമുത്തിയുടെ പരീക്ഷണത്തിൽ തെളിഞ്ഞു. കണ്ടത്? നീ എന്നോട് സത്യം പറയണം. എന്നെ ആശ്വസിപ്പിക്കാനായി മാറ്റി പറയരുത്. പച്ച നിറം തന്നെയാ കണ്ടത്. സിദ്ധിമുത്തിയുടെ കയ്യിലുള്ളത് ദിവ്യമായൊരു തൈലാണ്. അതെ മോളെ, നല്ല പച്ച കളറാ തെളിഞ്ഞു വന്നത്. സിദ്ധിമുത്തിയല്ല ഇനി മോളെ ചികിത്സിക്കാൻ പോകുന്നത്. പുഴയുടെ അക്കരെ ഒരു മനയുണ്ടത്രേ. മുത്തശ്ശി പറഞ്ഞ ആ മനയെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. വലിയ വലിയ ആൾക്കാരൊക്കെ അവിടെ തിരുമേനിയെ കാണാൻ വരും. സിദ്ധിമുത്തി അവിടുത്തെ തിരുമേനിയെ കാണാൻ പോയിട്ടുണ്ടത്രേ. സിദ്ധിമുത്തിയോട് തിരുമേനി ഉറപ്പ് പറഞ്ഞ നിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറയും. നമുക്ക് ഉടനെ അങ്ങോട്ട് പോവാം മോളെ. എനിക്കിതൊക്കെ പകൽ മയക്കത്തിൽ കാണുന്ന സ്വപ്നം പോലെ തോന്നുന്നേ. വലിയ വലിയ ഡോക്ടേഴ്സ് കൈ ഒഴിഞ്ഞതല്ലേ എന്നെ. ഏത് ഡോക്ടറും നമ്മളോട് പറയുന്നത് എന്താ? ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥനയിൽ കവിഞ്ഞ് ഒന്നുമില്ല ചേച്ചി. ചേച്ചി ഉറച്ചു വിശ്വസിക്ക. നമ്മൾ തിരിച്ചു പോകുന്നത് ചേച്ചി സുഖപ്പെട്ടിട്ട് തന്നെയാവും. എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവുമെങ്കിൽ പിന്നീടുള്ള എന്റെ ജീവിതം ഞാൻ നിനക്ക് തരുമോ? നടക്കാൻ കഴിയുന്നിടത്തോളം എന്താ വേറെ ഉള്ളത്? നമ്മൾ ഓടി നടക്കുമ്പോ സ്വന്തം കാലിന്റെ വില അറിയില്ല. അതറിയണമെങ്കിൽ കാലുകൾക്ക് സ്വാധീനമില്ലാതെ ഇങ്ങനെ കിടന്നു പോകണം. അതറിഞ്ഞവളാ ഞാൻ. പക്ഷിക്ക് ചിറകുകൾ പോലെ തന്നെ മനുഷ്യന് കാലുകളും. എന്റെ ചേച്ചിക്ക് നഷ്ടമായെന്ന് കരുതിയതെല്ലാം തിരിച്ചു കിട്ടും. എനിക്ക് ആരുടെ കൂടെയും ജീവിക്കണ്ട. ആരെയും വേദനിപ്പിക്കാനും ഞാനില്ല. സ്വന്തം കാലുകൾ നിലത്ത് കുത്തി 2 ചുവട് നടന്നാൽ മാത്രം മതി. അത് മാത്രം ഇപ്പൊ എന്റെ സ്വപ്നം. മോഹിപ്പിച്ചിട്ട് എന്നെ സങ്കടപ്പെടുത്തരുത്. ഞാനിവിടെ വന്നത് സ്വാതിയിൽ നിന്ന് സഞ്ജുവിനെ തട്ടിയെടുക്കാനല്ല. അതിന് സ്വാതിയെ ഇല്ലാതാക്കണമെങ്കിൽ പഠിക്കുന്ന കാലത്ത് എനിക്കത് ചെയ്യായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഈ നാട്ടിൽ കാല് കുത്താത്ത തന്നെ സ്വാതിയെ ക്ലീനായി ഒഴിവാക്കിയിട്ട് പെട്ടെന്ന് സഞ്ജുവിന്റെ മുന്നിൽ എനിക്ക് പ്രത്യക്ഷപ്പെടാമായിരുന്നു. പക്ഷെ സഞ്ജുനെ അത് ചെയ്തില്ല. സഞ്ജു നിന്റെ കഴുത്തി താലി കെട്ടിയപ്പോ തന്നെ സഞ്ജുവിന്റെ ജീവിതത്തിൽ നിന്നും സ്വാതി ഫ്രെയിം ഔട്ടായി. പിന്നെ ഞാൻ സഞ്ജുവിനെ തേടിയെത്താൻ ശ്രമിക്കുന്നതിൽ ഒരു കുറ്റബോധവും ഞാൻ കാണുന്നില്ല. എന്റെ പ്രതിയോഗി നീയാ. എന്റെ മമ്മി ചെയ്തതിലും വലിയ തെറ്റാ നീ സ്വാതിയോട് ചെയ്തത്. നിന്റെ ഭർത്താവ് സഞ്ജു ആണെന്ന് അറിഞ്ഞാ മതി
സ്വാതി ആത്മഹത്യ ചെയ്യാൻ. പിന്നെ എന്തിന് ഞാൻ മമ്മിയെ കൊണ്ട് അവളെ കൊല്ലിക്കാൻ ശ്രമിക്കണം? നിന്നെ ജീവനെ പോലെ സ്നേഹിച്ച എത്ര പേരുണ്ടടി മംഗലശ്ശേരിയില്. സഞ്ജുന്റെ അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, സ്വാതിയുടെ അച്ഛനമ്മമാർ, അവരെ എല്ലാവരെയും ചതിക്കല്ലടി നീ. എന്നിട്ട് മംഗലശ്ശേരി കുടുംബത്തിന് നന്മ ചൊരിയുന്ന ദേവതയായി ഭാവിക്കുന്നു. ഒരു കുടുംബത്തിൽ കയറിപ്പറ്റി ആ കുടുംബത്തെ തന്നെ ചുട്ടിരിക്കാനാണ് നീ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയാ സ്വാതിയെ സ്വാധീനിച്ച് നീ ആ വീട്ടിൽ കയറിപ്പറ്റിയത്. സ്വാതിയെ എനിക്ക് നന്നായിട്ട് അറിയാടി. ആരെയും വെറുക്കാനുള്ള മനസ്സ് അവൾക്കില്ല. എനിക്ക് സഞ്ജുവിനെ വേണമെന്നൊരു വാക്ക് സ്വാതി പറഞ്ഞ ആ നിമിഷം സഞ്ജന കളം വിടും. അവൾ എഴുന്നേറ്റാ വിവാഹത്തിൽ നിന്ന് പിന്മാറുമെന്ന് ഞാൻ പറഞ്ഞത് അവളെ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാ. നിനക്ക് എന്ത് ക്വാളിറ്റി ഉണ്ടടി? സഞ്ജുവിനെ സംബന്ധിച്ച് ആ സത്യം മറച്ചു വെച്ചേ പറ്റൂ. പക്ഷെ നിന്റെ കാര്യം അങ്ങനല്ല. നീ രണ്ടു കാലം ഇല്ലാത്ത സ്വാതിയെ ഒരു ചതുപ്പില് ചവിട്ടി താഴ്ത്തുക. ഇത്രയും കാലം ചേച്ചിന്ന് വിളിച്ചതില് ഒരു തരി ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇനി സ്വാതിയുടെ പിന്നാലെ നീ നടക്കരുത്. നീ കൊണ്ടു നടന്ന് അവളെ മരണത്തിന് എറിഞ്ഞു കൊടുക്കാനാ പോകുന്നത്. ഒരുപക്ഷെ കാലുകൾ പറഞ്ഞ സമയത്ത് മുറിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇനിയും ആ പാവം കൂടുതൽ കാലം ജീവിച്ചേനെ. പക്ഷെ നിന്റെ ലക്ഷ്യം അവളുടെ മരണം. നിന്റെ മുന്നിൽ എന്റെ മമ്മി ഒന്നുമല്ല. ഞാൻ എന്റെ മമ്മി അടക്കി നിർത്തിയിരിക്കാം. ഇനി നിനക്ക് ഞാൻ തന്നെ കടിഞ്ഞാനിടണം. അതെന്റെ കടമയാ. നീ ഒന്നും നേടാൻ പോകുന്നില്ലടി. നിന്നെ സഞ്ജന അതിന് സമ്മതിക്കില്ല. നീ ഈ ചെയ്ത പാപങ്ങൾ ഏത് പുണ്യത്തിൽ കുളിച്ചാലും തീരുന്നതല്ല. ഇനിയെങ്കിലും സ്വാതി അവളുടെ വഴിക്ക് വിട്ടിട്ട് നീ ഏതെങ്കിലും നരകത്തിലേക്ക് പോയില്ലെങ്കിൽ നിന്നെ ഞാൻ തുറന്നു കാട്ടും. നിന്നോട് ഇത്രയും പറയണമെന്ന് എനിക്ക് തോന്നി. നീ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെയുള്ള ചതിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ചേച്ചിയെ നടത്തിച്ചു കാണിക്കുമെന്ന് മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിട്ട് സകലരെയും സമർത്ഥമായി പറ്റിച്ച് ജീവിക്കുന്ന നീ സത്യത്തിൽ ആരാ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.